വത്തിക്കാൻ സിനഡിന്റെ രണ്ടാമത്തെയും അവസാനത്തേതുമായ ഘട്ടം ഇന്ന് വത്തിക്കാനിൽ ആരംഭിച്ചു. വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുടെ ചത്തുരത്തിൽ ഫ്രാൻസിസ് പാപ്പയുടെ മുഖ്യ കാർമ്മികത്തിൽ അർപ്പിച്ച ദിവ്യബലിയോടെയായിരുന്നു സിനഡ് സമ്മേളനം ആരംഭിച്ചത്. ദിവ്യബലിയിൽ 70-ൽ പരം കർദിനാൾമാർ, മെത്രാൻമാർ, വൈദികർ എന്നിവരുൾപ്പെടെ മൊത്തം 400ഓളം പേർ സഹകാർമ്മികരായിരുന്നു. സിനഡ് സമ്മേളനത്തിനൊരുക്കമായ ദ്വിദിന ധ്യാനം തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ നടന്നു. ഈ സിനഡ് സമ്മേളനത്തിന്റെ സാർവത്രിക സഭാതലത്തിലുള്ള പ്രഥമഘട്ടം 2023 ഒക്ടോബറിൽ വത്തിക്കാനിൽ വെച്ചായിരുന്നു. 2021 പ്രാദേശിക സഭാതലത്തിൽ ഈ സിനഡിന്റെ വിവിധ ഘട്ടങ്ങൾ ആരംഭിച്ചത്. അടുത്ത 3 വർഷത്തിനുള്ളിൽ ലോകമെമ്പാടുമുള്ള 10 ലക്ഷം കുട്ടികൾക്ക് ആരോഗ്യ സംരക്ഷണം നൽകാനുള്ള ദൗത്യത്തിനായി പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് വത്തിക്കാൻ. ഇതിനായി കുട്ടികളുടെ ആരോഗ്യത്തിനായുള്ള പോപ്സ് ഗ്ലോബൽ അലയൻസ് എന്ന പേരിൽ പരിശുദ്ധ സിംഹാസനം ഒരു പുതിയ അന്താരാഷ്ട്ര ശൃംഖല ആരംഭിച്ചു. 2024 മെയ് മാസത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനം ചെയ്തതിനെ തുടർന്നാണ് US സംഘടനയായ പാട്രൺസ് ഓഫ് ദി വേൾഡ്സ് ചിൽഡ്രൻ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ഈ സംരംഭം ആരംഭിച്ചത്. കുട്ടികളാണ് നമ്മുടെ ഭാവിയുടെ ഉറവിടം. കുട്ടികളോടൊപ്പം നമുക്ക് പുതിയൊരു ലോകം കെട്ടുപടുക്കുവാൻ കഴിയുമെന്ന് മാർപ്പാപ്പ പറഞ്ഞു. മാർപ്പാപ്പയുടെ ആശുപത്രി എന്ന് വിളിക്കപ്പെടുന്ന റോമിലെ ബാബിനോ ജെസു ആശുപത്രി ഈ സംരംഭത്തിന്റെ ആദ്യ കേന്ദ്രമായി ഇതിനകം ഒപ്പുവെച്ചിട്ടുണ്ട്. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷം ലെബനനിൽ വിനാശകരമായ മാനുഷിക പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നുവെന്ന് യൂണിസെഫ്. ജീവൻ രക്ഷാ ഇടപെടലുകളെ പിന്തുണയ്ക്കുന്നതിനായി യൂണിസെഫ് $105 മില്യൺ അടിയന്തര സഹായ അഭ്യർത്ഥന നടത്തി. ആവശ്യ സാധനങ്ങളും സേവനങ്ങളുമുള്ള 200 ഷെൽട്ടറുകളിലായി 50,000 വ്യക്തികളെ യൂണിസെഫിന്റെ നേതൃത്വത്തിൽ എത്തിച്ചു. യുദ്ധത്തിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ബിഷപ്പ് സീസർ എസേൻ ആശങ്ക പ്രകടിപ്പിച്ചു. ഭാവിയിലെ ആക്രമണങ്ങൾ തടയാൻ മനുഷ്യത്വത്തെ വീണ്ടും കണ്ടെത്തേണ്ടതിന്റെയും യുദ്ധം അവസാനിപ്പിക്കേണ്ടതിന്റെയും ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഇസ്രായേലിലെ ഹമാസ് ആക്രമണത്തിന്റെ 1-ാം വാർഷിക ദിനമായ ഒക്ടോബർ 7-ന് ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണയ്ക്കായി പ്രത്യേക പ്രാർത്ഥന നടക്കും. വിലാപ മതിലിൽ പ്രാർത്ഥനയും ഇരകൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചെഴുതിയ തോറ ചുരുളിന്റെ സമർപ്പണവും ഉണ്ടായിരിക്കും. കൂട്ടക്കൊലയുടെ 1-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ ഒത്തുചേരൽ നടത്തപ്പെടുന്നത്. മോചിപ്പിക്കപ്പെട്ട ബന്ദികൾ, IDF സൈനികർ, സുരക്ഷാ സേനകൾ, ദുഃഖിതരായ കുടുംബങ്ങൾ, കുടിയൊഴിപ്പിക്കപ്പെട്ടവർ എന്നിവരുൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളെ ഈ പ്രത്യേക പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂട്ടുന്നു. തെക്കൻ ഇസ്രായേലിലെ ആക്രമണ സ്ഥലങ്ങളിലേക്കും ഓഷ്വിറ്റ്സ് ഉൾപ്പെടെയുള്ള മറ്റ് ശ്രദ്ധേയമായ സ്ഥലങ്ങളിലേക്കും ഇത് സഞ്ചരിച്ചു. കൂടാതെ ഇരകളെ ഓർക്കുന്നതിനും ആദരിക്കുന്നതിനുമുള്ള പ്രതിബദ്ധതയുടെ ഓർമ്മപ്പെടുത്തലായും ഇത് മാറും. തന്റെ ജീവിതം മാറ്റിമറിച്ചത് യേശു ക്രിസ്തുവാണെന്നും ദൈവവുമായുള്ള കൂടിക്കാഴ്ചയാണ് തനിക്ക് ആന്തരിക സമ്മാനം നൽകിയതെന്നും മുൻ ജർമ്മൻ പ്രൊഫഷണൽ ഫുട്ബോൾ താരം പ്രിൻസ് ബോട്ടെങ് ഗ്രാൻഡിയോസ് മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് മുൻ ജർമ്മൻ പ്രൊഫഷണൽ ഫുട്ബോൾ താരവും അന്താരാഷ്ട്ര താരവുമായ കെവിൻ പ്രിൻസ് ബോട്ടെങ് ബെർലിനിലെ ബാല്യത്തെക്കുറിച്ചും ദൈവവുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചും മനസ്സ് തുറന്നത്. AC മിലാൻ, FC ബാഴ്സലോണ തുടങ്ങിയ ക്ലബ്ബുകളിൽ തന്റെ കായിക വിജയങ്ങൾ ഉണ്ടായിരുന്നിട്ടും വളരെ കാലമായി തനിക്ക് ആന്തരിക സമാധാനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞു. എന്നാൽ ജീവിതത്തിൽ യഥാർത്ഥ വഴിത്തിരിവ് സംഭവിച്ചത് ദൈവത്തെ കണ്ടുമുട്ടിയപ്പോഴാണെന്ന് താരം തുറന്നു സമ്മതിച്ചു.